അവര് കളിക്കുന്നുണ്ട് അവര് അതേപോലെ നിങ്ങൾ കളിക്കണ പോലെയൊക്കെ കളിക്കണം പറഞ്ഞിട്ട് നോക്ക് സുകന്യ കാണിക്കണത്. പൊന്നേ അമ്മേനെ പിടിക്ക്, അമ്മ എവിടെ, അമ്മ എവിടെ, അമ്മ എവിടെ, അമ്മ എവിടെ പൊന്ന, എവിടെ അമ്മ, അമ്മ എവിടെ, തൊട്ടു കുഞ്ഞുണ്ണിനെ തൊട്ടു, കുഞ്ഞുണ്ണിനെ തൊട്ടു, കുഞ്ഞായിട്ട് തൊട്ടു. അച്ഛയെ പിടിക്ക്, അച്ഛയെ പിടിക്ക്, അച്ഛയെ പിടിക്ക്, അച്ഛയെ പിടിക്ക്, അതാ ഇന്നില്ലേ മക്കൾക്ക് പൂരം വേലയ്ക്കല്ലേ വരില്ലേ. അപ്പൊ നമ്മള് പൂരം വേലയ്ക്കൊക്കെ പോകുമ്പോ പൂരം വേലയും കാണും. അവിടെ നല്ല ഇഷ്ടമുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വെച്ചാൽ നമ്മൾ കഴിക്കാതിരിക്കില്ലല്ലോ. അതിന്റെ ഒരു മണം, നമ്മള് വീട്ടിൽ എത്ര ഉണ്ടാക്കിയാലും അങ്ങനെ ഒരു മണം ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ ആ പൂരപ്പറമ്പില് അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ട് അത് കഴിക്കുമ്പോ കൊതി തട്ടണ ഒരു മണാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് ആ ഒരു സംഭവമാണ്. അതെന്താന്ന് അറിയണമെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടു നോക്കൂ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം സ്വാഗതം ഇങ്ങനെ സ്വാഗതം. അപ്പൊ നമ്മള് ഇതിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തൊലി കളഞ്ഞിട്ട് വെള്ളത്തിലെടുത്തേ. ഏട്ടനുണ്ടാക്കാൻ വയ്ക്കോ? പിന്നെന്താ, എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റട്ടോ. നല്ല ടേസ്റ്റ് ആണെങ്കിലും ഒരുപാട് സമയമൊന്നും വേണ്ട. ഉണ്ടാക്കാലോ, അത്രയല്ലേ ഉണ്ടാക്കോ? ഇതൊക്കെ ഒരു വിഷയാണ്. വെച്ചോ. കഷ്ണം മുറുക്കി തരാ. എവിടെ വിളിച്ചു? അയ്യോ പൊന്നോ, അണക്ക് കരയണോ? അണക്ക് കരയണോ? ഇവിടെ ഇരുന്നാ കറിയാട്ടോ. ഏട്ടാ ഇതിൽ ശരിക്കും ക്യാരറ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മുടെ മക്കളില്ലേ, ഒന്ന് ക്യാരറ്റ് ഇവിടെ ഉണ്ട് 2-3 മക്കള് ക്യാരറ്റ് ഉപ്പേരി വെച്ചാൽ അത്ര ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തരികട പരിപാടിയൊക്കെയാണ് പറഞ്ഞാൽ ചവരില്ലേ അത് കഴിക്കുകയും ചെയ്യും. കിച്ചുട്ടൻ എന്താടുന്നേ? തക്കാളി പൊട്ടി പോവില്ലേ മുന്നേ? പൊടി പൊടിയായിട്ട് നമ്മള് ക്യാരറ്റ് ഇല്ലേ, ക്യാരറ്റ് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇവരുടെ പോലെ ഈ പലകയൊന്നും പറ്റില്ല. എനിക്ക് എന്റെ കയ്യന്നെ പറ്റുള്ളൂ. കയ്യില് വെച്ചരിഞ്ഞ് അങ്ങനെ ശീലായി. എന്തായാലും നേരത്തെ വീഡിയോ എടുക്കുന്നൊക്കെ വിചാരിച്ചാണ്. അതിന് ഇന്ന് ഞാൻ എങ്ങനെ പോയാലും ഞാനിന്ന് നേരത്തെ വീഡിയോ എടുക്കണം വിചാരിച്ചാട്ടോ. പക്ഷെ ഇന്ന് വീഡിയോ എടുത്തു തരാന് അമ്മൂട്ടിക്ക് വരാൻ വഴുകി, നേരം വഴുകി. അപ്പൊ പിന്നെ എന്നാ വിചാരിച്ചു അമ്മൂട്ടി വരാൻ വഴുകിയപ്പോ എന്നാ ഇവരും കൂടി വരട്ടെ, എന്നാ പിന്നെ വീഡിയോ എടുക്കുമ്പോ ഒരു രസം ഉണ്ടാവില്ലേന്ന്. അമ്മൂട്ടി ഇല്ല അച്ചുട്ടി ആവുമ്പോ അല്ലേ ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോ അവൾക്ക് നമ്മൾ എത്ര പറഞ്ഞിട്ടും മനസ്സിലാവില്ല. ഉള്ളി അരിഞ്ഞായിട്ടില്ല കേട്ടോ, ഒന്നുകൂടി അരിയുണ്ട്. ഇത് മാറ്റിയിടുന്നത് മാത്രമേ ഉള്ളൂ. ഒന്നുകൂടി നമ്മളിതാ ഉള്ളി എടുത്തു കേട്ടോ. ഉള്ളി എടുത്തു, പച്ചമുളക് എടുത്തു, പിന്നെ ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഒതുങ്ങി നിക്കടി. കുട്ടികൾക്ക് മുളകില്ലാത്ത ഉണ്ടാക്കി തരാം. ആദ്യം മുളകുള്ളത് ഉണ്ടായിക്കോ, നല്ല കാഴ്ചക്ക് ഒരു ഇതുണ്ടാവും. എന്നിട്ട് മക്കൾക്കുള്ളത് ഉണ്ടാക്കിയിട്ട് എല്ലാരും കൂടി നല്ല ഒപ്പം തിന്നാം കേട്ടോ. എല്ലപ്പം തിന്നില്ലേ, എല്ലാരും കൂടെ ഒപ്പം തിന്നെ. എന്തിനാണ് കുട്ടിയെ പുകയിലിരിക്കുന്നത്? ഇനി ഇങ്ങനെ 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 ഇളക്കുക, ഇളക്കി കൊടുക്കുക. നല്ല അടിച്ചോ. അപ്പതാ നമ്മളില്ലേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട്. പോയി ബുക്ക് എടുത്ത് വായിച്ചോ. പിന്നല്ലേ അമ്മ ഒരു കമന്റ് കണ്ടിരുന്നേ, നമ്മള് ചെരുപ്പ് ഇട്ടിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ശരിക്കും ഞങ്ങള് ചെരുപ്പ് ഇടാണ്ടാണ് കേട്ടോ പുറത്തു കൂടി. അതേപോലെ ചെരുപ്പ് ഇടാണ്ടാണ് ഭക്ഷണം, ചെരുപ്പ് ഇടാണ്ട് തന്നെ. അപ്പൊ അതില് പുറത്തു കൂടെ നിങ്ങൾ എന്താണ് വീട്ടിന്റെ ഉള്ളിലും ഭക്ഷണം ചെരുപ്പ് ഇടാണ്ടാണോ നടക്കണേന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെരുപ്പ് ഇട്ടിട്ട് ഇത് കൂടെ ഒക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴൊക്കെ ഇരുന്നു. അപ്പൊ ഒരു വയസ്സായ ഒരു അമ്മ എന്നെ വിളിച്ചിരുന്നു.
അപ്പൊ ആ അമ്മ പറഞ്ഞു കുട്ടി ചെരുപ്പ് ഇട്ടിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല, നമ്മള് ഭക്ഷണം എന്ന് പറയുന്നത് അത് മഹാലക്ഷ്മി അല്ലേ, അപ്പൊ അങ്ങനെ ചെയ്യരുത് കേട്ടോ, ചെയ്തത് ചെയ്തു ഇനി ചെയ്യരുത് പറഞ്ഞു. അറിയാത്തതും കൊണ്ട് നമ്മൾ ആദ്യം ചെയ്തിരുന്നില്ല. അപ്പൊ അങ്ങനെ കമന്റ് വന്നിരുന്നു വൃത്തിയില്ല വെടുപ്പില്ല. വേണ്ട, വൃത്തിയില്ല വെടുപ്പില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നു കേട്ടോ. അപ്പൊ ഞാനത് കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ ചെരുപ്പിട്ടിട്ട് ഇവിടെ വന്ന് ഇരുന്നിരുന്നത്. ഉണ്ടാക്കുമ്പോ ശരിക്ക് ചെരുപ്പിടാൻ പാടില്ല അല്ലേ? അല്ല, നമുക്ക് ഒരു തെറ്റ് ഇന്നത് തെറ്റാണെന്ന് പറഞ്ഞ ഒരാള് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ തെറ്റ് തിരുത്തുട്ടോ. അത് എന്താ വെച്ചാൽ എനിക്ക് അത് പറഞ്ഞു കേട്ടപ്പോ എന്റെ ഭാഗത്ത് തന്നെയാണ്. നമ്മൾ എന്തിനു വേണ്ടിട്ടാ ബ്രെഡ് മുട്ട പൊട്ടിച്ച് ഒഴിക്കണേ? അടുത്ത മുട്ട എടുക്കട്ടെ? എടുത്തോളൂ. അപ്പതാ കണ്ടോ, നമ്മള് ഇങ്ങനെ മുട്ടയൊക്കെ പരത്തി ഇട്ട് കൊടുത്തു. ഇനി ഇതാ ഇതിലില്ലേ 2 ബ്രെഡ് ഇട്ടിട്ടതാ. ആ കുരുമുളക് പൊടി ഒന്ന് തരൂ. ഓ, എന്തിനാ കുരുമുളക് പൊടി കണ്ടു? അതാ മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ട് നമ്മൾ ഇതിൽ കൂടെ കുറച്ച് കുരുമുളകിന്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് എരിവൊന്നും വേണ്ട, ചെറിയൊരുക്ക് അങ്ങനെ ഉണ്ടാക്കി തരാം കേട്ടോ. എങ്ങനെ എരിവ് വേണോ? ഞങ്ങളേ ആ സോഴ്സ് ഇതും നമ്മളിത് കൂടെ ഇങ്ങനെയല്ലേ വെച്ചു കൊടുക്കണ്ടേ. ഇത് നാളെ നമ്മള് കുഴിമന്തിയുടെ റൈസ് വാങ്ങിട്ടോ, ചിക്കൻ ഇവിടെ വാങ്ങിയിരുന്നു. അപ്പൊ അയ്യോ ഇത് കുറച്ച് കൂടിപ്പോയി, കൂടിയാല ടേസ്റ്റ്. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, ഇത് എനിക്ക് ഇഷ്ടമല്ല. എന്താ പപ്സൊക്കെ കടയിൽ നിന്ന് പപ്സൊക്കെ കിട്ടുന്ന സമയത്തും ഈ സാധനം ഉണ്ടെങ്കിൽ ഞാൻ എടുക്കില്ല. പക്ഷെ ഏട്ടെടുക്കും. ഏട്ടാ ചട്ടുകൊന്ന് വരുമോ? ചട്ടുക കുട്ടി പൊട്ടിക്കണേ, ഞാൻ പൊട്ടിച്ച. അതാ നമ്മളില്ലേ ഇതെടുത്തിട്ട് ഈ ബ്രെഡിക്ക് ഇങ്ങനെ ആക്കി ഇങ്ങനെ കൊടുക്കണ്ട് കേട്ടോ. എന്നിട്ടില്ലേ ഇതെടുത്തിട്ട് നമ്മൾ ആദ്യത്തെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മള് രണ്ടാമത്തത് ഓരോന്നും ഓരോ തരത്തിലല്ലേ. ഇതില് ക്യാരറ്റ് ഇടും. എന്തൊക്കെയാ വേണ്ട? ഇതില് നമ്മളില്ലേ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കണ്ടേ. എന്തിലിട്ടൊരു മുട്ടയിലാ? ക്യാരറ്റ് ഇട്ടിട്ട് നമ്മളില്ലേ നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ എണ്ണ ഒഴിച്ചോ? അതിൽ എണ്ണ ഒഴിച്ചിരുന്നു കേട്ടോ. ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടേ എണ്ണ ഒഴിച്ചോന്ന് ഓർമ്മയില്ല. അമ്മ എന്താ മിണ്ടാത്തത്? അമ്മ എന്താ ഇന്ന് ഞാൻ മമ്പണിയായിരുന്നു കേട്ടോ. ദാ ഇവിടെയൊക്കെ വൃത്തിയാക്കി, പിന്നെ നമ്മുടെ പുതിയ വീടിന്റെ അവിടെയൊക്കെ വൃത്തിയാക്കലായിരുന്നു എന്റെ പണി. അമ്മന്ന് ചോറും കൂട്ടാനും ഉപ്പേരിയൊക്കെ വെച്ച് രാവിലെ മുതൽ അമ്മയ്ക്ക് അടുക്കളയിൽ പണിയായിരുന്നു. എനിക്ക് പുറം പണി, അമ്മയ്ക്ക് അടുക്കള പണി. അതാ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത് കൂടെ തന്നെ കുരുമുളകിന്റെ പൊടി ഇട്ട് കൊടുക്കണ്ടേ. കണ്ടോ ഇപ്പൊ നല്ല നല്ല എന്താ കളറും, കാണാൻ കളറും, ഇതിന്റെ ഒരു ടേസ്റ്റ് തന്നെ വേറെ കേട്ടോ. നമ്മള് എന്താ ക്യാരറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞു വെച്ചാൽ തന്നെ വലിച്ചെറിയാനൊക്കെ ഇവിടെ ആളുണ്ടോ? ക്യാരറ്റ് ഇടണതില് അതില് ക്യാരറ്റ് ഇടും. ചവിട്ടി പൊട്ടിക്കൊന്നും വേണ്ട. ഇനി ഏട്ടാ എന്താ തക്കാളി കുക്കുംബറൊക്കെ നമ്മള് നുറുക്കി വെച്ചിട്ടില്ലേ, എന്റെ സഹായം ആണ് ഇന്നത്തെ സഹായിയാണ്. ഇതില് അതിലിടണം. കുട്ടികൾക്ക് ഇനി അടുത്തതിൽ ഉണ്ടാക്കാം. ഇതില് നമ്മള് കുറച്ചില്ലേ സോസ് ഒഴിച്ചു കൊടുക്കണ്ട്. ചവിട്ടിട്ട് എന്താണോ തോന്നില്ല. നീ റോട്ടിക്ക് ഇറങ്ങി കണ്ട നമ്മൾ ഇതിലില്ലേ എന്തായാലും തക്കാളിയൊക്കെ ഡെക്കറേഷൻ ഇങ്ങനെ വെക്കുന്ന പോലെ വെക്കട്ടെ കേട്ടാ. മടിയിലോ കണ്ണ് ഇപ്പൊ തെരാട്ട ഉണ്ടാക്കിട്ട് ഇനിയും പൊട്ടിക്കും. ഇനിയും പൊട്ടിക്കും.
ഓ ഓ ഏതച്ഛൻ? തിന്നാൻ കിട്ടുമ്പോ മാത്രം അച്ഛൻ ഓർമ്മ ഞങ്ങൾക്ക് കിട്ടോ. അല്ലാത്തപ്പൊക്കെ വലിയച്ഛനും തിന്നാൻ കിട്ടിക്കഴിഞ്ഞാൽ അച്ഛനുമാണ്. അങ്ങനെ ശരിയില്ല. ഏതെങ്കിലും ഉറച്ചക്ക് ഇതില്ലേ ഓ ആ അവിടെ കട്ടെ അത് ശരിയാക്കേ കേട്ടോ. എന്താ പാട്ടൊക്കെ പാടുന്നുണ്ട് വലിയച്ഛൻ? പാട്ടൊന്നും പാടാൻ പറ്റില്ല, ചുമ മാറിയില്ല. പറയുമ്പോഴേക്കാണ് അച്ഛന് ചുമ വരുന്നില്ല. മുട്ടിയെ ഒന്നും പാടാൻ പറ്റില്ല, ഇപ്പോഴേക്ക് ചുമ വരും. മുട്ട എടുത്തത് അടിച്ച അടുത്തൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. മുട്ടൊക്കെ ദാപറമ്പിലേക്കൊക്കെ റെഡിയാണ്. നമ്മുടെ രണ്ടാമത്തെ സംഭവം റെഡി ആയിട്ടാ. റെഡി ആയിട്ടോ. മുട്ടക്കാളി, ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. മുട്ടക്കാളി മുട്ടക്കാളി പൊട്ടി അത് തരട്ടെ, പാത്രം തരട്ടെ. നീ പൊട്ടിക്ക്. അച്ഛൻ എന്താ മിണ്ടാതിരിക്കുന്നത് കിട്ടില്ല കേട്ടോ. ഇത് മുട്ട ഇഷ്ടമുള്ളവർക്ക് മാത്രമാണ്. ഇതിലും നമ്മൾ കുരുമുളകിന്റെ പൊടിയൊക്കെ ഇടുന്നുണ്ട്. സുകന്യ എന്താ കുഞ്ഞിനെ പഠിപ്പിക്കേണ്ട ആലഭാരങ്ങളാണ് കേട്ടോ. സൗണ്ട് എന്താ സുകന്യയുടെ സൗണ്ട്? പാവട്ടോ, എന്റെ കുട്ടിയാണെങ്കിലും മുട്ടത്തോട് കൊണ്ടേ കളയാൻ വേണ്ടിട്ട് നിൽക്കണം. അയ്യോ, നാളെ അടിക്കുമ്പോ അവിടെ കുപ്പയാവില്ലേ? എരിവ് വേണ്ട, അത് പ്രത്യേകം പറയണം കേട്ടോ. അത് ലാസ്റ്റ് ഉള്ളത് എരിവിടായിരുന്നു മതി കേട്ടോ. ഏട്ടാ ഇതില്ലേ ഇതുകൊണ്ട് ഒരു അതിലെന്നെ ആ കിണ്ണം തന്നെ തരും. ഏതുകൊണ്ട് ഇതാണ് വേറൊരു കിണ്ണം എടുത്തിട്ട് വരൂ. ഇത് ഉണ്ടാക്കുന്ന എടുത്തിട്ട് ഇത് അമ്മൂന് വേണമെന്ന് പറഞ്ഞിട്ടാട്ടോ ഇങ്ങനെ അമ്മൂന് വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. എങ്ങനെയാന്നറിയോ? ആ കുട്ടിക്കും ഇത് നമ്മളിങ്ങനെ മുറിക്കാട്ടോ. ഇങ്ങനെ മുറിച്ചിട്ട് ഇതാ ഈ ബ്രെഡില് ഇങ്ങനെ വെക്കുക. ബ്രെഡിൽ ഇങ്ങനെ വെച്ച് ഇതൊരു കഷ്ണം മുറിക്കുന്നുണ്ട്. വെക്കണ്ടേ ഇതില്? അയ്യോ, എന്റെ പിന്നാലെ അമ്മുട്ടിയെ കണ്ടോ? അമ്മുട്ടിക്ക് ഇപ്പൊ വേണം, ഇപ്പൊ വേണം. ഇതാ ഇങ്ങനെ വെക്കാം. ഇതാ അങ്ങനെ. ഓ, അമ്മ മുട്ട തോന്നിണ്ടോണപ്പോ. ഓ ആ, നമ്മുടെ കുട്ടി ഒറ്റയ്ക്കാക്കി. നമ്മുടെ കുട്ടിക്ക് തരും. ഏട്ടാ മുളക് പൊടി മുളകിടാത്തതൊന്നും എടുക്കും കുട്ടിക്ക് കൊടുക്കട്ടെ. ഇത് കഴിഞ്ഞിട്ടുള്ള മുളകിടാത്ത എടുക്കട്ടോ. അമ്മൂട്ടിക്ക് കുറച്ച് കൂടുതൽ സോസ് വെച്ചിട്ട് ആ പാത്രം നടന്ന് മാറ്റിക്ക്, ആ പാത്രം മാറ്റിക്ക്, ചൂടാവുന്നു. ആ ഇതാ അമ്മൂട്ടിക്ക് തോനുള്ളത് ഇതാ. അത് മാറ്റി വെക്കണമ്മോ. ഇതാ അമ്മൂട്ടിയുടെ സംഭവം കണ്ട കാണാന് നോക്കിയൊക്കെ കളർഫുൾ ആയിട്ട് കണ്ടില്ലേ അമ്മ? ഇല്ലാട്ടാ ഇതാണ്ടോ, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടില്ലേ നമ്മുടെ മക്കൾക്ക്. എന്താ അത് നീ കഴിച്ചിട്ടുണ്ടോ? എവിടുന്ന്? ആ ബർഗർ അല്ലേ? നമ്മള് സാൻഡ്വിച്ച് ഒന്നും കഴിച്ചിട്ടില്ല. നമ്മള് ഇതിലില്ലേ എന്തോത്തെ നമ്മളതില് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. നമ്മളില്ലേ കുക്കുംബർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏട്ടാ കുറച്ച് ഉള്ളിയും കൂടി തരുമോ? ചെറിയ ഉള്ളി കടിക്കാന്. ചെറിയ ഉള്ളി അല്ല, അരിഞ്ഞ വെച്ചുള്ളി. ചെറിയ ഉള്ളി, വലിയ ഉള്ളി, ഏതുള്ളി? ഇതെന്താ അമ്മ ഒന്നും മിണ്ടാതിരിക്കണത്? ആരപ്പ മിണ്ടണത്? ആരും മിണ്ടല്ലേ, ഞാൻ മാത്രം മിണ്ടണല്ലോ. ഇതാ നമ്മളില്ലേ കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
നല്ല ഉള്ളി ഇട്ടോട്ടോ, നല്ല കടിക്കട്ടെ, കടുപിടിക്കട്ടെ. ഇതിലിങ്ങനെ കടിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ സംഭവം. അതേപോലെ അതിന്റെ ഒപ്പം തന്നെ ഇല്ലേ നമ്മുടെ തക്കാളി കുട്ടന്മാരും ഇരിക്കട്ടെ. ഒന്നിനൊരു ഉള്ളതും കൊണ്ട് ഓണം പോലെ എന്ന് പറയണല്ലേ, ഒന്നിനൊരു കുറവ് വരുത്താൻ പാടില്ല അല്ലമ്മ. എന്തിനാണ് കുറവ് വരുത്തുന്നത്? നമ്മള് ഉള്ളത് പോലെ. പിന്നെ ഇനി ആർക്കും കുട്ടികൾക്ക് ഉണ്ടാക്കിയാലോ എരിവില്ലാതെ? കുട്ടികൾക്ക് ഇനി എരിവിടില്ല കേട്ടോ. ഏട്ടാ ആ പാത്രം തരൂ. ഇത് കുഞ്ഞിനില്ല കേട്ടോ, അതിൽ എരിവില്ല. എരിവ് ഉപ്പും മുളകും ഒന്നും ഉണ്ടാ. മുട്ട ചുട്ടിട്ട് അങ്ങനെ കുഞ്ഞിനെ കൊടുത്താൽ കുഞ്ഞ് മുട്ട ചുട്ടിട്ട് കുഞ്ഞിന്റെ കൊടുക്കുക കേട്ടോ. അത് പറ്റും. ഈ പാത്രല്ലേ അമ്മ, ഈ പാത്രേ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാലല്ലേ അടുപ്പിന്ന് തെറിച്ച് പോവേ. ഉപ്പ് വേണ്ടേ കുഞ്ഞിന് ഉപ്പ് വേണ്ടേ? ഉപ്പ് വേണ്ടേ? ആ ഉപ്പ് വേണേ. ഉപ്പ് വേണം. അടിക്കണോ അങ്ങനെ? അടിക്കണോ? അടിക്കട്ടെ. അപ്പൊ ചേച്ചിയുടെ ബേക്കിൽ നിന്നാ ചേച്ചിക്ക് കണ്ണ് ബേക്കിലുണ്ടോ? ഇത് ലാസ്റ്റത്തെ കേട്ടോ. ഇനി കഴിക്കുക, പരിപാടി നിർത്താം. ഇതിലെന്താന്നറിയോ, ഉള്ളി ക്യാരറ്റ് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. കാരണം പച്ചക്കറി എങ്ങനെ ഇവര് തിന്നില്ല. ഇതുകൊണ്ട് ഇപ്പൊ പച്ചക്കറി തിന്നൽ എന്തെങ്കിലും ആവും വിചാരിച്ചിട്ടൊന്നല്ല. പക്ഷെ പച്ചക്കറി എന്തിടുമ്പോഴും കുറച്ച് പച്ചക്കറി ഇവർക്ക് കൂടുതൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവര് അതിലിങ്ങനെ ഇതിലൊക്കെ പറ്റിക്കാൻ പറ്റും. കുഞ്ഞിനൊക്കെ പറ്റിക്കണം പറഞ്ഞാൽ ഇതിലെ പറ്റൂ. ചില്ലറയൊന്നല്ല കേട്ടോ. പശു നക്കിടാ വീടിനുള്ളിൽ. കുട്ടീനെ കളിയൊക്കെ ഉണ്ടോടി പെണ്ണുങ്ങളെ? കുട്ടീനെ കളിയാക്കണ്ടേ? ബ്രെഡ് തരും. കുഞ്ഞേട്ടന്റെ മുടി പശു നക്കിയതാണ് ചേച്ചി. നമ്മള് ചോച്ചിന്റെ ആൾക്കാരാട്ടെ, ചോച്ചിന്റെ കണ്ടോ, അത് കളിച്ചോട്ടെ അവന്. ഇവർക്ക് കനം കൂടിയതും കൊണ്ടില്ലേ അങ്ങനെ എടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നറിയോ, ഓംപ്ലേറ്റ് ഉണ്ടാക്കുക. ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മള് നേരത്തെ അമ്മൂന് സാൻഡ്വിച്ച് ഉണ്ടാക്കിയില്ലേ, അതുപോലെ ആക്കി കൊടുക്കുക. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ അല്ലേ കുഞ്ഞാ? സോസൊക്കെ ഒഴിച്ചിട്ട് കുഞ്ഞിന് ഏത് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമുണ്ടോ? നിനക്ക് കാണിച്ചു തരാം. വടി വേണ്ട, മാറ്. ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുരുമുളകിന്റെ പൊടിയൊക്കെ വേണോ? കൊറേ ഒഴിച്ചാട്ടോ. ഒരുപാട് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവര് ഇഷ്ടാണ് പറഞ്ഞില്ലേ? അതല്ല, സോസ് ഒരുപാട് ഒഴിച്ചത്. ഈ ബ്രെഡും കൂടി അങ്ങോട്ട് ഇരിക്കട്ടെ കേട്ടോ. ടേസ്റ്റ് ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വേറെ കഴിക്കാനും പറ്റില്ല. കുഞ്ഞൻ തന്നെ ഫുള്ള് കഴിക്കണ്ടോ? വേറെ ആളെ കഴിക്കില്ലേ? അത് നിനക്ക് ഒറ്റയ്ക്കുള്ളതാ. കുഞ്ഞനും നിനക്ക് ഒറ്റയ്ക്കല്ല, ഒരു പാത്രം എടുത്തിട്ട് വരൂ. കുഞ്ഞുണ്ണിക്ക് കുഞ്ഞിനും കേട്ടോ. അവനൊക്കെ ഉപ്പും കുഞ്ഞൂനുള്ളത് എല്ലാം കൂടി കുഴപ്പമുണ്ട്, എറിഞ്ഞ് പരത്തണമെന്നുണ്ട്. കുഞ്ഞൂനുള്ളത്, കുഞ്ഞുണ്ണിക്കുള്ളത് കേട്ടോ. കുഞ്ഞുണ്ണിക്കും അത് കേട്ടോ സ്പെഷ്യലാണ്, ഉപ്പുമുളകില്ലാത്ത കേട്ടോ. അവർക്കില്ലേ എരിവോ ഇതൊന്നും പാടില്ല. കുഞ്ഞുണ്ണിക്ക് എരിവൊക്കെ കൂട്ടും. കുഞ്ഞുണ്ണിക്ക് കുറച്ച് എരിവൊക്കെ കുഞ്ഞിനാണ് എരിവ്. കുഞ്ഞാ എങ്ങനെയുണ്ട് നോക്ക്. ഒന്ന് ചൂടാക്കട്ടെ. നമ്മുടെ കുഞ്ഞുണ്ണിക്ക് ഉള്ളതാണ് കേട്ടോ അത്. കുഞ്ഞുണ്ണിക്ക് എല്ലാരും എത്തിയില്ലേ? എല്ലാരും എത്തി. ആരെങ്കിലും എത്താത്തുണ്ടോ? അച്ചു ചേച്ചി അച്ഛമ്മയുടെ അടുത്ത് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. എല്ലാരും വന്നു. കിച്ചേട്ടൻ വന്നില്ലേ? തൊണ്ട എനിക്കൊരു കൂടുതൽ വർത്താനം പറയണമെന്നില്ല. നാളെ സ്കൂളിലേക്ക് പോവാണ്ടിരിക്കാനുള്ളൊരു
ഇതാട്ടാ അയ്യ അവൻ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കുഞ്ഞുണ്ണിയുടെ ട്ടാ. അപ്പൊ അതിന്റെ മുകളിലല്ല ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിലേ നീ അവനാ കൊടുക്കാത്. ഇത് വേണോ നമുക്ക്? പിന്നെന്താ കള്ളക്കൂറുമ്പ നല്ലത് അവന് കൊടുക്കുമ്പോ നീ കുറ്റം പറയല്ലേ? അപ്പൊ പറ്റില്ലട്ടോ. നമ്മുടെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ ആദ്യം കുഞ്ഞുണ്ണിക്കാൻ കൊടുക്കുന്ന പിടുത്തം നോത്തേ പിടിച്ചോ നോത്തേ നമ്മള് ഇങ്ങനെ തിന്ന ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ചോച്ചോ ദാ നോക്കടാ നിന്റെ ഉള്ളില് നോക്കടാ കണ്ടോ? ഏത് ഇതോ ഓരോരുത്തർക്കും ഓരോ തരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ തരത്തിലാണ് ഓരോരുത്തർക്കും. ഒരു പൊട്ട് പോയിട്ട് അമ്മ ഇതാ കഴിച്ചോളി. അമ്മയ്ക്കോട് അമ്മ ഒരു പൊട്ട് നീ അമ്മോളി. രണ്ട് മൂന്നെണ്ണം ഇനിയുണ്ട്. കുറച്ച് വഴിയാണ് ബ്രെഡ് വേണ്ട. രാത്രി ബ്രെഡ് ചെയ്യുന്നില്ല. ഓ സുകന്യേ എന്തേ എങ്ങനെയുണ്ട് ഏട്ടാ? എങ്ങനെയുണ്ട് സംഭവം? അടിപൊളി. കുട്ടിക്ക് തരട്ടെ? ചെറിയ മടി രസല്ലേ? അതാ ചെറിയോരുടെ കഴിക്കല് കഴിഞ്ഞു. സൂര്യ നമുക്ക് വേണോ? നേരത്തെ ഒന്ന് തിന്നോട്ടെ കൊടുത്തപ്പോ വേഗം പരത്തിട്ട് പോയിട്ടിപ്പോ വാണെങ്കിൽ ഇവിടെ വന്നിരുന്ന് തിന്നോ. സുകന്യക്ക് ബ്രെഡ് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് സുകന്യ കഴിക്കാത്തത്. സുകന്യക്ക് ബ്രെഡ് കൂട്ടിയ സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കും വേണം. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതിൽ എരിവില്ലാത്ത കുട്ടിക്കൊന്ന് കൊടുക്കും.